ദിലുവിൻ്റെ മമ്പാട് വീട്ടിലെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വഴിക്കട വീട്ടിലേക്ക് വിരുന്ന് പോവാം കേട്ടോ. അങ്ങനെ രണ്ടാളും സുന്ദരക്കുട്ടപ്പന്മാരായങ്ങാണ്ട് പ്രാവുകൾക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വഴിക്കട ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ മക്കൾക്ക് വേണ്ട മക്കൾ കയ്യിലാക്കിയിട്ടുണ്ട്. രണ്ടാൾക്കാർ ഫ്രൂട്ടൊക്കെ വാങ്ങിക്കൊടുത്ത് വഴിക്കട വരെ ഇത് വേണമെന്നും പറഞ്ഞ് എവിടെ മടപുറത്തിയപ്പോഴേക്കും അവർ രണ്ടാളത് കുടിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാതെ സ്റ്റോപ്പെത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി നേരെ കൂൾ ബാറിലേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ലൈമും ചായയൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ലിദൂസിൻ്റെ മുഖത്തെ വാടിയിരിക്കണം. ഇത് എന്തിനാന്നല്ലേ, ലൈമ് കുടിക്കാൻ സ്ട്രോ നിർബന്ധമാക്കിയ ലിദൂസിന് സ്ട്രോ കിട്ടാത്ത വിഷമാണ് കേട്ടോ. അങ്ങനെ ഒരു ഫ്രൂട്ടി വാങ്ങി അതിൻ്റെ സ്ട്രോ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേറെ ആൾ വന്നിട്ട് സ്ട്രോ ഒക്കെ തന്നിട്ടോ. അങ്ങനെ ദിലൂസിനൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ നല്ല ഉഷാറായിട്ട് കുടിക്കാനും തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഫ്രൂട്ടി വെറുതെ ആയോ എന്നൊരു സംശയം. കുറച്ച് ആപ്പിളും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഓട്ടോയും വിളിച്ച് വട്ടപ്പാടത്തേക്ക് വിട്ടു കേട്ടോ. മക്കൾക്ക് വട്ടപ്പാട് എത്താനായിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക് നല്ല സന്തോഷമായി. ദിലൂസ് ഇതവിടെ അരുവിലിരിക്കുന്നുണ്ട്, ലിദൂസ് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉമ്മച്ചി നല്ല തിരുമ്പി കുളിക്കുന്ന തിരക്കിലായിരുന്നു. അവിടെ നിന്ന് വേഗം ഓടി വന്ന് ഞങ്ങളെ കണ്ടിട്ട് അനിയത്തി തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. കാക്കുവിൻ്റെ സ്ഥിരം പരിപാടി ലൈറ്റും ഫാനൊക്കെ ഇട്ട് കാക്കു ഇതേ കസേരയിലിരുന്ന്. അങ്ങനെ അനിയത്തി ജ്യൂസുമായി വന്നു. കയ്യിലുണ്ടായിരുന്ന സ്ട്രോ വെച്ച് ലിദൂസ് കുടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും കാക്കുവിനുള്ള ജ്യൂസ് ആയതുകൊണ്ട് കാക്കുവിന് തന്നെ വിട്ടുകൊടുത്ത്. ലിദൂസിന് വേറെ ജ്യൂസും കിട്ടി. പിന്നെ അങ്ങനെ കാക്കുവിൻ്റെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് കാക്കു നേരെ പോകാമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാൻ്റെ തിരക്കായതുകൊണ്ട് പള്ളിയിലെത്താൻ വേണ്ടിയിട്ട് ആൾ നേരെ വിടുകയാണ് കേട്ടോ. ആ സമയത്ത് ലിദൂസ് ഓടി വന്ന് ലിദൂസ് ടാറ്റയൊക്കെ കൊടുത്ത് ഇപ്പച്ചി ഇനി എന്നാ വരികയെന്ന് ചോദിച്ച് 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞപ്പോൾ ആൾക്ക് നല്ല